പഠിക്കാൻ പോകുന്നത് അറബിക്. അറബിക്കിൽ എന്താ പഠിക്കാൻ പോകുന്നത് എന്നറിയോ? അറബിക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള അലിഫ്. ഒന്ന് പറഞ്ഞേ, അലിഫ്. അലിഫ്. ഓക്കെ, അറബിക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ഏതാണ്? അലിഫ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, അലിഫ്. ഇനി നമുക്ക് അലിഫ് എങ്ങനെ എഴുതാൻ നോക്കിയാലോ? എളുപ്പമാണ്, എല്ലാവർക്കും എഴുതാൻ കഴിയും. ഓക്കെ, ഇവിടെ നോക്കിക്കേ. അതിനു മുമ്പ് അറബിക്ക് എഴുതുമ്പോ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? നമ്മള് ഇംഗ്ലീഷ് മലയാളമൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എഴുതാറ്. ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ അറബിക് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷില്. കണ്ടോ? അറബിക് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഞാന് ഇവിടുന്ന് ഇങ്ങോട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ അറബി എഴുതുമ്പോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എഴുതുക. ഓക്കെ, ഇംഗ്ലീഷും മലയാളം ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ എഴുതാറ്. പക്ഷെ നമ്മൾ അറബി എഴുതുമ്പോ ഇവിടുന്നാണ് എഴുതുക. അതെല്ലാവരും ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ ഞാൻ അലിഫ് എഴുതാൻ പോവാണ്. എളുപ്പമാണ്, എല്ലാവർക്കും പെട്ടെന്ന് എഴുതാൻ കഴിയും. അലിഫ്, ഇതാണ് അലിഫ്. ഓക്കെ, ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. അലിഫ്, ഒന്നുകൂടെ എഴുതാൻ പോവാണ്. അലിഫ്, എളുപ്പല്ലേ? എല്ലാവർക്കും എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ നിങ്ങള് സ്ലേറ്റിൽ എഴുതണേ. എഴുതുമ്പോ ശ്രദ്ധിക്കണം, നമ്മള് ഇംഗ്ലീഷ് മലയാളമൊക്കെ എഴുതുമ്പോ സ്ലേറ്റിന്റെ ഈ ഭാഗത്തു നിന്നാണ് എഴുതാറ്. പക്ഷെ നമ്മൾ അറബി എഴുതുമ്പോ സ്ലേറ്റിന്റെ ഈ ഭാഗത്തു നിന്ന് എഴുതണം. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു വെച്ചേ. അതിൽ കണ്ടോ അലിഫിനൊക്കെ കൊടുത്തിട്ടുണ്ട്? എല്ലാവരും കണ്ടോ? അതിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. ഇതുപോലൊരു ചിത്രം നിങ്ങളുടെ എല്ലാവരുടെ പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് ആരൊക്കെയാണ്? ഒരു കുട്ടിയുണ്ട്. പിന്നെ ആ കുട്ടിയുടെ ആരാണത്? കുട്ടിയുടെ ഉപ്പ അല്ലെ? ഉപ്പയുണ്ട്. ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ ഉപ്പയുണ്ട്. ഈ ഉപ്പയ്ക്ക് അറബിയിൽ ഒരു പേര് പറയും അലിഫ് വെച്ചിട്ട്. അതെന്താണെന്നറിയോ? അബുൻ. അബുൻ. അബുൻ എന്ന് പറഞ്ഞ ആരാണ്? ഉപ്പ. നമ്മളെ ഉപ്പയ്ക്ക് അറബിയിൽ പറയുന്ന പേരാണ് അബുൻ. അബുൻ, അലിഫ്, അബുൻ. ഓക്കെ, മനസ്സിലായോ? അലിഫ്, അബുൻ. അലിഫ് വെച്ചിട്ട് നമ്മള് ഉപ്പയ്ക്ക് ഒരു പേര് പഠിച്ചു. എന്താണ്? അബുൻ. ഓക്കെ, അബുൻ ഒന്ന് പറഞ്ഞേ, അബുൻ. ഞാനിത് ഇവിടെ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. അബുവിന്റെ ചിത്രം ഞാന് ബോർഡില് ഒട്ടിക്കാൻ പോവാണ്. ഇതാരാണ്? അബുൻ. ഇതാരാണ്? അബുൻ. ഉപ്പയ്ക്ക് അറബിയിൽ പറയുന്ന പേരാണ് അബുൻ. ഒന്ന് പറഞ്ഞേ, അബുൻ. ഞാൻ ഇടയ്ക്ക് ചോദിക്കും കേട്ടോ, ഉപ്പയ്ക്ക് എന്താ അറബിയിൽ പറയാന്ന് ചോദിക്കും. പഠിച്ചു വെച്ചോളി. എന്താണ്? അബുൻ. ഉപ്പയ്ക്ക് പറയുന്ന പേരെന്താണ്? അബുൻ. ഇനി നല്ല രസമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നോക്കണേ. ഇത് ഏതാണ്? അലിഫ്. ഓക്കെ, വെരി ഗുഡ്. അലിഫ്. അലിഫിന് ഫതഹ് കൊടുത്താൽ അ. അലിഫിന് കെസ്റ് കൊടുത്താൽ ഇ. ഓക്കെ, ഇനി അലിഫിന് ലമ്മ് കൊടുത്താൽ ഉ. അലിഫിന് സുകൂന് കൊടുത്താൽ ഇ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. അലിഫ്, അലിഫിന് ഫതഹ് കൊടുത്താൽ അ. അലിഫിന് കെസ്റ് കൊടുത്താൽ ഇ. അലിഫിന് ലമ്മ് കൊടുത്താൽ ഉ. അലിഫിന് സുകൂന് കൊടുത്താൽ ഇ. അലിഫ്, അ, ഇ, ഉ, ഇ. ഓക്കെ, മനസ്സിലായോ? എല്ലാവരും ഒന്നുകൂടെ ഇവിടെ ശ്രദ്ധിച്ച് ഒന്ന് വായിച്ചേ. അലിഫ്. ഓക്കെ, വെരി ഗുഡ്. അലിഫ്. അലിഫിന് ഫതഹ് കൊടുത്താൽ അ. അലിഫിന് കെസ്റ് കൊടുത്താൽ ഇ. അലിഫിന് ലമ്മ് കൊടുത്താൽ ഉ. അലിഫിന് സുകൂന് കൊടുത്താൽ ഇ. എളുപ്പല്ലേ? ഇനി എല്ലാവരും വിരലൊന്ന് ഇങ്ങനെ പിടിച്ചോ. ഇതാണ് അലിഫ്. ഇതാണ് എന്ത്? അലിഫ്. അലിഫ്. ഓക്കെ, ഇനി അലിഫിന് ഫതഹ് കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്താണ്? അലിഫിന് ഫതഹ് കൊടുത്തു. അപ്പൊ എന്തായിരിക്കും? അ. അലിഫിന് ഫതഹ് കൊടുത്താൽ അ. ഇനി അലിഫിന് കെസ്റ്
കൊടുത്തത്. അപ്പൊ എന്തായിരിക്കും? ഇ. അലിഫിന് കെസ്റ് കൊടുത്താൽ ഇ. ഓക്കെ, ഇനി അലിഫിന് ലമ്മ് കൊടുത്തു. അപ്പൊ എന്തായിരിക്കും? അലിഫിന് ലമ്മ് കൊടുത്താൽ ഉ. ഇനി അലിഫിന് സുക്കൂനാണ് കൊടുത്തത്. അപ്പൊ എന്തായിരിക്കും? ഇ. ഓക്കെ, മനസ്സിലായോ? നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെയ്തു നോക്കിയാലോ? ഓക്കെ, ഇങ്ങനെ പിടിച്ചേ. നീ പറഞ്ഞോളി, ഇതെന്താണ്? അലിഫ്. വെരി ഗുഡ്. അലിഫ്. അലിഫിന് ഫത്തഹ് കൊടുത്താൽ അ. അലിഫിന് കെസ്റ് കൊടുത്താൽ ഇ. അലിഫിന് ലമ്മ് കൊടുത്താൽ ഉ. അലിഫിന് സുക്കൂന് കൊടുത്താൽ ഇ. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അലിഫ്, അ, ഇ, ഉ, ഇ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിക്കേ. അതില് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ്? ഇവിടെ ചുവപ്പ് കളറില്, റെഡ് കളറില് എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ട്. എന്താണത്? ഒന്ന് വായിച്ചേ. എന്താണ്? അലിഫ്. വെരി ഗുഡ്. അലിഫ്. ഈ അലിഫ് നോക്കിയിട്ട് ഇതുപോലെ ഇവിടെ മുഴുവനും നമ്മൾ എഴുതി കൊടുക്കണം. മനസ്സിലായോ? ഞാനിത് ഇവിടെ ഒട്ടിക്കാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എഴുതാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഞാനിവിടെ കളർ വെച്ചിട്ടാണ് എഴുതുന്നത്. നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. നമ്മള് അറബിക്ക് എവിടുന്നാണ് എഴുതുക? ഇവിടുന്നാണോ? അല്ല, നമ്മള് ഇവിടുന്നാണ് അറബിക്ക് എഴുതാറ്. അപ്പൊ ഞാൻ ഇവിടുന്ന് എഴുതാൻ തുടങ്ങാണ്. അലിഫ്, 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 അലിഫ്. നിങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ട് എഴുതണേ. അലിഫ്, 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 അലിഫ്. അറിയാതെ ഒരാൾ എഴുതാൻ പാടില്ല കേട്ടോ. അലിഫ്, 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 അലിഫ്. കണ്ടോ? ഞാൻ എഴുതാൻ പഠിച്ചു. ഇനി നിങ്ങളും ഇതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം. പിന്നെ നിങ്ങളുടെ സ്ലേറ്റിലും അലിഫ് എഴുതി പഠിക്കണം. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വെരി ഗുഡ്. അറബിയിലെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള അലിഫ് പഠിച്ചു. ഓക്കെ, അലിഫ് പഠിച്ചു. അലിഫ് വെച്ചിട്ട് ഉപ്പയ്ക്ക് ഒരു പേര് പഠിച്ചല്ലോ. എന്താണ് ഉപ്പയ്ക്ക് എന്താ അറബിയിൽ പറയാ? എന്താണ് പറയാ? അബുൻ. വെരി ഗുഡ്. അലിഫ്, അബുൻ. അബുൻ പഠിച്ചു. പിന്നെ വേറൊരു കാര്യം പഠിച്ചല്ലോ. എന്താണ്? അലിഫ്, അലിഫിന് ഫതഹ് കൊടുത്താൽ അ. അലിഫിന് കെസ്റ് കൊടുത്താൽ ഇ. അലിഫിന് ലമ്മ് കൊടുത്താൽ ഉ. അലിഫിന് ഹംസ് കൊടുത്താൽ ഇ. ഓക്കെ, അലിഫ്, അ, ഇ, ഉ, ഇ. എല്ലാവർക്കും മനസ്സിലായില്ലേ? അലിഫ് എങ്ങനെ എഴുതാ? ഒന്ന് ഇങ്ങനെ എഴുതി കാണിച്ചേ. എങ്ങനെയാണ് എഴുതാ? ഇതാണ് അലിഫ്. മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ. ഇതാണ് അലിഫ്. അലിഫ്, അലിഫ്. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും സ്ലേറ്റ് എടുത്തോ. അതില് ഇതുപോലെ എഴുതി പഠിക്കണം. പറഞ്ഞിട്ട് എഴുതണം. അലിഫ്, അലിഫിന് ഫതഹ് കൊടുത്താൽ അ. അലിഫിന് കെസ്റ് കൊടുത്താൽ ഇ. അലിഫിന് ലമ്മ് കൊടുത്താൽ ഉ. അലിഫിന് സുക്കൂന് കൊടുത്താൽ ഇ. നിങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, എന്നാ വേഗം സ്ലേറ്റ് എടുത്ത് എഴുതിക്കോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.